കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എൻ്റെ വസ്ത്രം. ഈ വസ്ത്രത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമാതിരി സെറ്റത്തര അയാൾ ചെയ്തത്. തെളിവില്ലാത്തതാണല്ലോ പ്രശ്നം, അതുകൊണ്ട് തെളിവോടുകൂടി തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നമിച്ചു, വല്ലാത്ത കഴിവ് തന്നെ. ഇനിയിപ്പോൾ സ്ത്രീകൾ എങ്ങനത്തെ വസ്ത്രം ധരിച്ചിട്ട് പുറത്തിറങ്ങണമെന്നാണാവോ ഈ മഹാന്മാരായിട്ടുള്ള ചേട്ടന്മാരൊക്കെ പറയുന്നത്. പർദ്ദ ഇട്ടിട്ട് പോലും രക്ഷയില്ലേ. ഇനിയിപ്പോൾ ചാക്കൊക്കെ വലിഞ്ഞു കെട്ടി ഞങ്ങൾ പുറത്തേക്കങ്ങ് ഇറങ്ങാം, അതാകുമ്പോൾ എങ്ങും കാണത്തില്ലല്ലോ. മുഖം പോലും കാണിക്കാതെ മൊത്തം ചാക്ക് കൊണ്ട് മൂടിയിട്ട് പുറത്തോട്ടങ്ങ് ഇറങ്ങാം. ചില ചേട്ടന്മാരെ അവന്മാരുടെ തോന്നിവാസം മറയ്ക്കാൻ വേണ്ടിയിട്ട് ന്യായീകരണം ഇറക്കുന്നതാണ്. സ്ത്രീകൾ അവിടെ ഇവിടെയൊക്കെ കാണിച്ച് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പലതും തോന്നിപ്പോവും. അപ്പം ഞങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തയൊക്കെ തോന്നും. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ കാണിക്കാൻ തോന്നും. അത് ഞങ്ങളുടെ തെറ്റാണോ? അല്ല, എല്ലാ സ്ത്രീകളുടെ തെറ്റാ. ഈ നാട്ടിൽ പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ വൃത്തികേടും സ്ത്രീകളുടെ തെറ്റാ. സ്ത്രീകൾ കാരണമാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ പാവങ്ങളാ, പഞ്ചപാവങ്ങളാ, ഇള്ളാ കുഞ്ഞുങ്ങളാ. എന്ത് കണ്ടാലും ഞങ്ങൾക്കങ്ങ് ഇളകും. അല്ലാതെ ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? ഇത്തരക്കാരെ എന്താണ് പറയേണ്ടത്? ഇത്തരക്കാരെ ഈ സാഹചര്യത്തിലും ന്യായീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ സ്ത്രീകളുടെ തെറ്റാണല്ലോ. ഒന്നോ രണ്ടോ സ്ത്രീകൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. ഷിംജിതയുടെ കേസാണ് ഞാൻ പറയുന്നത്. ഷിംജിത എന്ന് പറയുന്ന സ്ത്രീ തെറ്റ് ചെയ്തത് തന്നെയാണ്. ഷിംജിതയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ സമയത്ത് ബസ്സിലേക്ക് കയറാൻ പോലും പുരുഷന്മാർക്ക് മടിയാണ്. ഞങ്ങളിനി ബസ്സിൽ സഞ്ചരിക്കുന്നേ ഇല്ല, സ്ത്രീകളെ തൊടത്തേ ഇല്ല, കമ്പിവേലിയൊക്കെ ചുറ്റിപ്പോകുന്നു, അങ്ങനെ കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ അത്തരം പുരുഷന്മാരെ അവഗണിച്ചൊരു കാര്യമുണ്ട്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഓരോ ദിവസവും നേരിടുന്ന കാര്യമാണത്. ഒരു ബസ്സിൽ പോകുമ്പോൾ തുറിച്ചുനോട്ടം അനുഭവിക്കാത്ത, ഞോണ്ടൽ അനുഭവിക്കാത്ത, കയറിപ്പിടി അനുഭവിക്കാത്ത ഒരു സ്ത്രീയും ഈ ലോകത്തില്ല. എല്ലാ സ്ത്രീകളും ആ സന്ദർഭങ്ങളിലൂടെയും അത്തരം അനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ്. അതായത് ഈ പുരുഷന്മാരെ ന്യായീകരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ലക്ഷക്കണക്കിന് പുരുഷന്മാർ തെറ്റുകാരാണ്. ഇപ്പോൾ ഒരു 50-60% വരുന്ന പുരുഷന്മാർ നല്ലവരായിരിക്കാം, പക്ഷേ ഒരു 40% വരുന്ന പുരുഷന്മാർ തെറ്റുകാർ തന്നെയാണ്. നിങ്ങൾ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പരിപാടി എല്ലാവരും കാണിക്കും. ഇവിടെ തന്നെ ആ പെൺകുട്ടിയുടെ അനുഭവം നമുക്ക് ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം. കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ, കുറേ കൽപ്പന്മാർ വരും വസ്ത്രധാരണ കൊണ്ടാണ് ഇമാതിരി തെണ്ടിത്തരം ആൾക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുറേ കൽപ്പന്മാർ ഇറങ്ങാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ചിട്ട്. കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എൻ്റെ വസ്ത്രം. ഈ വസ്ത്രത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമാതിരി സെറ്റത്തര അയാൾ ചെയ്തത്. തെളിവില്ലാത്തതാണല്ലോ പ്രശ്നം, അതുകൊണ്ട് തെളിവോടുകൂടി തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോ കാണുക. പിന്നെ കുടുംബം ഉണ്ടാവും, കുട്ടികളുണ്ടാവും, വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയുന്ന ആൾക്കാരോ അറിയാത്ത ആൾക്കാരോ കമൻറ്റ് ബോക്സിലോ മെസ്സേജിലോ വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. അങ്ങനെ കുടുംബം കുട്ടികളുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ആ ബോധത്തോടെ ജീവിക്കാൻ അയാൾ പഠിക്കണം. അല്ലാണ്ട് ഇമാതിരി ചറ്റത്തരം ചെയ്തിട്ട് ഒരു പെൺകുട്ടീൻ്റെ മുമ്പിൽ ഇത്രയും ട്രോമ തരുന്ന രീതിയിൽ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരും കരയാൻ നിൽക്കണ്ട. വീഡിയോ ഒട്ടും ഡിലീറ്റ് ചെയ്യാൻ പോണില്ല, ബ്ലറാക്കാനും പോണില്ല. അമ്മാതിരി പച്ചക്ക് ഞാൻ ആ സാധനം ഇടാൻ പോവുകയാണേ, അത്രേ ഉള്ളൂ. ഇവിടെ ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചയ്ക്ക് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇത്തരം തോന്നിവാസം കാണിക്കാമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് തന്നെ അത് പിടിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. പിന്നെ അയാൾക്ക് കുടുംബവും കുട്ടികളും ഉണ്ടല്ലോ എന്നുള്ള ചോദ്യം ഉന്നയിച്ച് വരുന്നവർക്ക്, കുടുംബവും കുട്ടികളും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികേടുകൾ കാണിക്കാതിരിക്കുക. സ്വന്തം കുടുംബത്തെ പറ്റിയിട്ടും കുട്ടികളെ പറ്റിയിട്ടും, ഇനി ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ പറ്റിയിട്ടും, അമ്മയുണ്ടെങ്കിൽ അമ്മയെ പറ്റിയിട്ടും, അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ പറ്റിയിട്ടും ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇത്തരം വൃത്തികേടുകൾ പച്ചയായിട്ട് കാണിക്കാതിരിക്കുക. സ്വന്തം വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ച് ഇത്തരം വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഒക്കെ കാണിക്കുക. അപ്പോൾ പിന്നെ വിഷയമില്ല. അപ്പോൾ കുടുംബത്തെയും കുട്ടികളെയും ഒന്നും ഓർക്കാതെ ഇത്തരം തോന്നിവാസം കാണിക്കുന്നവരെ പബ്ലിക്കായിട്ട് തന്നെ എക്സ്പോസ് ചെയ്യണം. ചെയ്തില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവന്മാരുടെ ഈ വേലത്തരം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് സ്ത്രീകൾ ഇത് നേരിടുന്നുണ്ട്. പലരും തുറന്നു പറയാൻ മടിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ നേരിടുന്നുണ്ട്. ഒന്നോ രണ്ടോ പുരുഷന്മാർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇത്തരം അനുഭവങ്ങൾ കാണുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നേരിടുന്നുണ്ട്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനോ ആരുമില്ല. അവർ തുറന്നു പറയുമ്പോഴേക്കും ആൾക്കാർ പറയുന്നത് നീ അത് കണ്ട് ആസ്വദിച്ചില്ലേ എന്നാണ്. ഇതിൻ്റെ കമൻസിലും ഉണ്ട് അത്തരം കമൻസുകൾ. ഈ പെൺകുട്ടിയുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാലും അത്തരം കമൻസുകൾ കാണാം. ഇവിടെ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം കറക്റ്റാണ്, ശരീരം ഒന്നും എക്സ്പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ ആൾക്കാർ അടുത്തത് കുറ്റം പറയാൻ നോക്കുന്നത് സമയം.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പെൺകുട്ടി പുറത്തിറങ്ങിയ സമയം, അതായത് പെൺകുട്ടികൾക്ക് മാത്രമാണ് നിശ്ചിത സമയമുള്ളത്. പെൺകുട്ടികൾക്ക് ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, ഈ സമയത്ത് മാത്രമേ പുറത്തിറങ്ങാവൂ, ഈ സമയത്തൊക്കെ അകത്തിരിക്കേണ്ടതാണ്, അങ്ങനെ സമയങ്ങൾ നിശ്ചയിച്ചു കൊടുത്തേക്കുവാണല്ലോ നമ്മുടെ സമൂഹം. അതുകൊണ്ട് സമയം നോക്കി പാതിരാത്രിക്കാണ് അവൾ പുറത്തിറങ്ങിയേക്കുന്നത്. നീ എന്തിനാണ് ഈ പാതിരാത്രിക്ക് പുറത്തിറങ്ങിയേക്കുന്നേ? അങ്ങനത്തെ ഒരു കമൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ കമൻ്റ് ഇട്ട ആളെ ഒന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല, അയാളുടെ യൂസർ നെയിം ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ കമൻറ്റ്? നീ എന്തിനാ അവൻ കാണിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്നത് ഈ പാതിരാത്രിക്ക്? അതായത് പെൺകുട്ടികൾക്ക് ജോലിക്ക് പോവണ്ട, പെൺകുട്ടികൾക്ക് ഒരു സ്ഥലത്തേക്കും പോവണ്ട, പാതിരാത്രി ആയതുകൊണ്ട് വീട്ടിനകത്ത് കുത്തിയിരുന്നോണം. അതായത് ഇതുപോലെയുള്ള മൃഗങ്ങളെ പേടിച്ച് പെൺകുട്ടികൾ ഒളിച്ചിരിക്കണം. എന്നാൽ ആ മൃഗങ്ങളെ ഹണ്ട് ചെയ്ത് പിടിക്കാൻ ആരുമില്ല. അതാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളാണോ ഒളിച്ചിരിക്കേണ്ടത്? മൃഗങ്ങളെ പേടിച്ച് പെൺകുട്ടികൾ ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാ കാലത്തും സ്ത്രീകൾക്ക് ഒളിച്ചിരിക്കാനേ നേരം ഉണ്ടാവത്തുള്ളൂ. അതേസമയം ഇതുപോലുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യണം. ഇപ്പം ആ മൃഗത്തിൻ്റെ തനി സ്വഭാവം ആൾക്കാർക്ക് ഏകദേശം ബോധ്യപ്പെട്ട് കാണുമല്ലോ. ഇത്തരം മൃഗങ്ങൾക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, അതാണ് സത്യം. അതായത് ഡാഡിക്കും മമ്മിക്കും ജനിക്കാത്ത പ്രവർത്തികളാണ് ഇത്തരം മൃഗങ്ങൾ കാണിക്കുന്നത്. ഇനി ചില പുരുഷ കമ്മീഷനിൽപ്പെട്ടിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും തെറ്റൊന്നും ചെയ്തതായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില ആൾക്കാർ പറയുന്ന കാര്യത്തെ അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാനും പുരുഷ കമ്മീഷൻ ഇറങ്ങുമായിരിക്കും. ആ പുരുഷ കമ്മീഷനോട് എനിക്ക് പറയാനുള്ളത്, നേരെ വിട്ടോ, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ, അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും, പോയി മാലയിട്ട് അങ്ങ് സ്വീകരിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രസിഡൻ്റായിട്ടോ സെക്രട്ടറി ആയിട്ടോ അങ്ങ് വാഴ്ത്ത്. ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്, പതിനായിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല, സ്ത്രീകൾ പോലും ഇല്ലെന്നാണ് സത്യം, ഉള്ളതാണ് സത്യം. ചില ഫെമിനിസ്റ്റുകളുണ്ട്, സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റുകൾ, സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റുകൾ. അത്തരം ആക്ടിവിസ്റ്റുകൾ പോലും ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല. അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകളുടെ പേരിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണിത്. അപ്പോൾ ഇന്നും ഇത്രയൊക്കെ പുരോഗമനമുണ്ടായി, ഇത്രയൊക്കെ വലിയ അതായത് വെസ്റ്റേണൈസേഷൻ വന്നു, അത് വന്നു, ഇത് വന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നും സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ നേരിടുന്നുണ്ട്. അത് പബ്ലിക്കായിട്ട് മാത്രമല്ല, സ്വന്തം വീടിനകത്ത് നിന്ന് പോലും ഇത്തരം കാര്യങ്ങൾ നേരിടുന്നുണ്ട്. അതിനെതിരെ ഒരു സ്ത്രീ ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം അവളെ ഷെയിം ചെയ്യുവാണ്. ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു വാക്കുണ്ട്, ഇതിന് മുമ്പ് എസ് ചേർത്തൊരു വാക്കുണ്ട്, ആ ഷെയിം ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് അവളുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തി അവൾ മൊത്തത്തിൽ അങ്ങ് വൃത്തികെട്ടവളാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കും. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് മടിക്കും. കാരണം തുറന്നു പറയുമ്പോഴേക്കും തന്നെ, അതായത് ആ സ്ത്രീയെ മൊത്തത്തിൽ അങ്ങ് മോശക്കാരിയായിട്ട് സമൂഹം ചിത്രീകരിക്കുമെന്ന് അവർക്കറിയാം. എന്തൊരു കഷ്ടമാണ്. നോമ്പ് നോക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും, പർദ്ദ ഇട്ടിട്ടുണ്ട്, ആ പെൺകുട്ടിയെ കണ്ടിട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരക്കാർക്ക് വസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. അതിപ്പോൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് വളരെ ചെറിയ പ്രായമുള്ള 5 or 6 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും ഇവനൊക്കെ ഇത് തന്നെ ചെയ്തേനെ. അപ്പോൾ പ്രായമോ വസ്ത്രമോ സമയമോ സന്ദർഭമോ സാഹചര്യമോ ഒന്നും തന്നെ ഒരു കാര്യമല്ല. ഇത്തരക്കാർക്ക് മനോരോഗമാണ്. ഈ മനോരോഗികൾ സ്ത്രീകളെ തരത്തിനൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിക്കും.